ഹലോ ഗൈസ്, എല്ലാവർക്കും ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹ സമയമാണ്. കണ്ണുകൾ അടച്ച് ഹൃദയം ശാന്തമാക്കി നമുക്ക് ദേവിയെ ഓർക്കാം. ദേവി ആരാണ്? ദേവി ഒരു രൂപം മാത്രമല്ല, ഒരു നാമം മാത്രമല്ല, അവൾ അമ്മയാണ്. കരുണയുള്ളവളായി ലക്ഷ്മിയായി വരും. വിദ്യയുടെ വെളിച്ചമായി സരസ്വതിയായി ഒഴുകും. ശക്തിയായി ദുർഗയായി ഉയരും. ന്യായത്തിനായി കാളിയായി നിലകൊള്ളും. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയായി കൂടെയുണ്ട്. ദേവിയുടെ ശക്തി ഭയപ്പെടുത്താനുള്ളതല്ല, രക്ഷിക്കാനുള്ളതാണ്. നമ്മൾ തളരുമ്പോൾ നമ്മളെ ഉയർത്താൻ, നമ്മൾ വീഴുമ്പോൾ കൈപിടിക്കാൻ ദേവി നിശബ്ദയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നു. ദൈവിക ശബ്ദം തന്നെയാണ് ദേവി. ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ വലിയതാകേണ്ട, മന്ത്രങ്ങൾ അറിയേണ്ട. അമ്മയോട് സംസാരിക്കുന്നത് പോലെ ഹൃദയം തുറന്ന് പറഞ്ഞാൽ മതി. കണ്ണീർ വീണാലും അത് അമ്മയുടെ മുമ്പിൽ പുഷ്പമായി മാറും. നമ്മുടെ വേദനയും ആഗ്രഹങ്ങളും നിശബ്ദതയും എല്ലാം ദേവിക്കറിയാം. ദേവി ആരാധന ജീവിതമാകുമ്പോൾ ദേവിയെ ആരാധിക്കുന്നത് വിളക്കിനു മുമ്പിൽ മാത്രമല്ല, നമ്മുടെ ക്ഷമയിൽ, സഹനത്തിൽ, സ്നേഹത്തിൽ, സ്ത്രീയിലും പുരുഷനിലും ദൈവിക ശക്തിയെ ആരാധിക്കുന്നതിലാണ് സത്യമായ ദേവി ആരാധന. ദേവി, അമ്മയായ ദൈവം അമ്മ ശാസിക്കാം, പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദേവിയും അതുപോലെ. നമ്മൾ തെറ്റിപ്പോയാലും വഴി കാണിച്ച് തിരികെ കൊണ്ടുവരുന്ന അമ്മയാണ് ദേവി. വിശ്വാസത്തോടെ വിളിച്ചാൽ ദേവി ഒരിക്കലും മടങ്ങി നിൽക്കില്ല.